ഒരു മാലയൊക്കെ മേടിച്ചിട്ടുണ്ട്. മാല എന്തായാലും ഈ പള്ളിക്കകത്ത് കൊണ്ടിടണം. റോഷിയുടെ ബാഗിൽ എന്താണെന്നല്ലോ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മളെ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് അതെ അഭിചേട്ടനുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളിന്നൊരു യാത്രയിലാണ്. നമ്മളിന്നൊരു യാത്രയാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മളിന്നൊരു യാത്രയാണ്. നമ്മളിന്ന് ഇവിടെ തമിഴ്നാട്ടിലെത്തി വെളയണ്ണ എത്തിയിരിക്കുകയാണ്. റോൺ സാർ ഇന്ന് മുട്ടടിക്കാൻ പോവുകയാണ്. അപ്പം പുള്ളി മുട്ട അടിക്കാൻ പോവുകയാണ്. പിന്നെ ഇതാരടാ, നമ്മളോടാണോ ഇവന്റെ പുറകെ പോകുന്നത്? ഇവനെ കണ്ടപ്പോഴാണ് മനസ്സിലായ പുള്ളി VIP ആണ്. അപ്പൊ എന്തായാലും നമ്മളിന്ന് ജിബിൻ സാറ് മുട്ട അടിക്കാൻ പോവുകയാണ്. പക്ഷേ ജിബിൻ സാർ റോൺ സാർ മുട്ട അടിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ജിബിൻ സാർ ഒന്ന് നേർച്ചുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി പോണ കഴിക്കണം. ഓക്കെ എടാ, ഇവനുണ്ടല്ലോ നിനക്കറിയാത്ത പുള്ളിയുടെ സ്ഥായി നടപ്പാണ് ഈ സാധനം. എന്റെ മിനി ബ്ലോഗിലെല്ലാം ഉണ്ട്. ഫൈനലി ഗൈസ്, എല്ലാവരും ഓട്ടോ എടുക്കാന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എടാ ഓട്ടോ എടുക്കാണ് ദൂരമൊക്കെ ഉണ്ടാ. 5 പേര് ഓട്ടോ വയ്ക്കാം. 5 പേരാ. 5 പേര് ഇതേ കയറൂടാ. മോന് അയ്യോ ഇത് കൊള്ളാലോ. ലോക്ക് ചെയ്തേക്കാം. ലോക്കിംഗ് സിസ്റ്റം. സോറി. ഇവന് ആരാ ആരാട്ടോ ഞാൻ ഇവന് ടോട്ടല് എന്നെ വിചാരം ചോദിച്ചേ. ഓക്കെ എല്ലാം കഴിഞ്ഞ് ഇതിന് ഹിന്ദിയൊക്കെ അറിയാല്ലേ? സോറി, തമിഴ് അറിയാല്ലേ? അയ്യോ മാറിപ്പാളിയാ. തൊഴിലുകളുണ്ട്. പക്കത്തിലെ ഇറക്ക്. ബ്യൂട്ടിഫുൾ. നമ്മുടെ നാട്ടിലെ കൊണ്ട് ഓട്ടോ ഇല്ല, വെറൈറ്റി ഓട്ടോ ആണ്. അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. എന്നാ വിശ്വ സാധനം അറിയാം. കൊള്ളാം. ഇത് ഇങ്ങനെ കൊള്ളാം. 3 സാധനം ലോക്ക് ചെയ്ത് വെക്കണം. ഇവൻ കണ്ടക്ടർ. ഓ വിഷയം എന്നാണ് ഇതുവഴി ഇറങ്ങാൻ പറ്റണില്ലല്ലോടാ. റോൺ സാർ എന്തായാലും മുട്ടയടിക്കാനുള്ള ഒറ്റ ലക്ഷ്യത്തോടെ മുട്ടയടിക്കുന്ന ഷ്രൈൻ ഇതൊക്കെ എന്നാ ടോൺഷർ ഹാളോ എന്തുവാണോ അവിടെ എത്തിയിട്ടുണ്ട്. എന്താ ഇത്? എന്ത് തിരക്കാണ്. എന്നാ മെഡിക്കൽ കോളേജില്ലോ ഇവിടുന്നാണ് ചെയ്യണ്ടേ? പ്രൊഫഷണൽ ആയിട്ട് ഇവിടുന്ന് ചെയ്യണ്ടേ? ഇയർ ബോറിങ് ടോൺഷർ ഒന്ന് വാങ്ങിക്കണം. ഇവിടെ വന്ന് നമ്മൾ ഇത് കൂട്ടൊരു സാധനം എടുത്തിട്ടുണ്ട്. 50 രൂപ എന്നാ പിടിച്ചു. നമ്മുടെ 100 രൂപ ലാഭ. കൊള്ളാം. ഇതെന്താണ്? നല്ല തിരക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പ് അവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. റോൺ സാർ അവിടെ സമീപിക്കാനുള്ള പ്ലാനാണ്. ഞാനൊന്ന് ഇവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ഇവിടെ എന്താ വേറെ എന്തൊക്കെ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ബ്ലേഡ് മേടിക്കണം, എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ. ഇതന്നെ സംഭവമാണ്. ഒരു ബ്ലേഡ് മതിയോ? 2 എടുത്തോ, ഒരു വഴിക്ക് വേണല്ലേ. ബാക്കി നമുക്ക് നഖം കണ്ടിക്കാൻ ഉപയോഗിക്കാം. എന്താ പുള്ളി പോയി അവിടെ തിരക്കായി. അങ്ങനെ ഫൈനലി റോൺ സാർ എത്താനുള്ള പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. എന്താകും എന്തോ. മുഹൂർത്തത്തിൽ നമ്മുടെ ജിബിൻ സാർ വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇവനെ കാണുമ്പോൾ മുട്ടയടിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. സിനിമ നടനെ പോലെയൊക്കെ ഉണ്ടല്ലോ.
ശരിയാണോണേ, ഒരു വെറൈറ്റി ലുക്കൊക്കെ ഉണ്ട്. താടി വെച്ചാൽ നന്നായി. അമിനീഷ് പുരിയാണോ? സ്വന്തം ഫോട്ടോ. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. എന്തായാലും അഭിജന വേണ്ടോ? അഭിജന കൊള്ളാല്ലേ? ഇവനെ നീ ഒന്നും കേട്ടോ ആണോ? ഇവിടെ വന്നത്തെ പരിപാടി നിർക്കട്ടെ. പോട്ടെ എടാ മതിയടാ. ആ നമ്മുടെ ഇവിടെ ഇവിടെ എത്രയാ, 7 പള്ളി 6 പള്ളി എന്തോ ഉണ്ട്. അപ്പം ഇന്ന് ഈ പള്ളി ഫുള്ള് ഇവിടെ എല്ലാം അടുത്ത് തന്നെയാണ്. ഈ പള്ളി ഫുള്ളൊന്ന് കയറാനുള്ള പ്ലാനാണ്. മാലയൊക്കെ മേടിച്ചിട്ടുണ്ട്. മാല എന്തായാലും ഈ പള്ളിക്കകത്ത് കൊണ്ടിടണം. സെൻഡ് ചെയ്യാം. പള്ളിക്കകത്ത് കൊണ്ടിടണം എന്ന സ്കീമാണ്. പള്ളിക്കകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്തായാലും അതിനുശേഷം കാണാം. ഓക്കെ, ഈ പള്ളിയിലാണ് കയറിയത്. അപ്പം നമ്മൾ പള്ളി കയറി. ഇവിടെ ചെരുപ്പൊക്കെ വെക്കുന്ന പുതിയ ഏർപ്പാടുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് പണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം എന്തായാലും മെയിനായിട്ടുള്ള കാര്യം കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് ഒരു പിടി പണം ഇടുക എന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് ഇവിടെ 5 പള്ളികളുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി ആ 5 പള്ളികളും പോയി കണ്ട് അവിടെ പ്രാർത്ഥിച്ച് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒരു സിസ്റ്റം നിലനിൽക്കുന്നത്. സോ നമുക്ക് യു വാണ്ട് ടു സ്റ്റിക്ക് വിത്ത് ദ സിസ്റ്റം. സോ നമ്മൾ അങ്ങനെ പോകാനുള്ള പ്ലാനാണ്. എന്താ പറയുക, പള്ളീനെ പറ്റി അറിയാത്തവർക്ക് പറയാനുള്ളതാണെങ്കിൽ പണ്ട് പോർച്ചുഗീസുകാർ പണിയപ്പെട്ടു എന്ന് പറയപ്പെടുന്നൊരു പള്ളിയാണ്. പോർച്ചുഗീസുകാരിൽ ഗോവയിൽ നിന്ന് വന്നത് പോർച്ചുഗീസുകാർക്ക് എന്തോ കടലിൽ വെച്ച് എന്തോ പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവരെ കടലിൽ നിന്ന് ഒരു ഷോറിലോട്ട് അടുപ്പിക്കും. അപ്പോൾ അവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഷോറിലോട്ട് അടുപ്പിച്ചത്. അതിവിടെ വന്നാണ് അവർ ലാൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെ പോർച്ചുഗീസുകാർ പറഞ്ഞിട്ട് പണിത പള്ളിയാണെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയണ്ട, ഈ വേറെ എന്തോ ഇവിടെ ഒത്തിരി അത്ഭുത പ്രവർത്തനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ പറയപ്പെട്ട പള്ളിയാണ്. പോർച്ചുഗീസുകാർ പണിതാണ്. 16ാമത്തെ സെഞ്ചുറിയിലാണ്ട് പണിതാണ്. യെസ്, ദാറ്റ്സ് ഐതിഹ്യം ഓഫ് ദിസ് ചർച്ച്. നമ്മളങ്ങനെ എന്തായാലും ഇത് ഞാൻ പറഞ്ഞ പ്രകാരം പണിയപ്പെട്ടതൊന്നുമല്ല. അത് കഴിഞ്ഞ് ഇവിടെ 5 പള്ളികൾ പണിയപ്പെട്ടു. 5-6 പള്ളിയാണുണ്ട്. അപ്പം വേറൊരു പള്ളി നമ്മൾ എത്തിയിരിക്കുകയാണ്. എണീറ്റ് പറയാം. എണ്ണീട്ട് പറയാന്നല്ലേ? ഓ ഏതാ മൂട്. നമുക്ക് ഈ പള്ളിയിലൂടെ ഒന്ന് കയറാം. നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇനിയും മാസ് ഓഫറിങ് കുർബാനയിലേക്ക് പൈസ കൊടുക്കുക, അങ്ങനെ ഒരു പരിപാടിയും ഉണ്ട്. ഇത് നോർമൽ എല്ലാ പള്ളികളിലുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ദേവാലയ വഴിപാട് കേന്ദ്രം മലയാളത്തിൽ എഴുതിയിട്ടുണ്ടോ? കൊള്ളാം. ഇപ്പം എന്തായാലും അത് നോക്കട്ടെ. വിഷയ സാധനങ്ങളൊക്കെയാണ് ഇവിടെ. ഫോംസ് അവൈലബിൾ ആണ് കുർബാന എല്ലിക്കേണ്ട എന്താണെന്നുള്ളത്. അപ്പോൾ അത് മേടിച്ച് ഫില്ല് ചെയ്ത് ടിക്കൊക്കെ ഇട്ട് എന്തിനു വേണ്ടിയാണ് ഓരോ ടിക്കറ്റ് 150 രൂപ എന്നുള്ള രീതി, അങ്ങനെ എന്തൊക്കെയാണ് വിഷയ സാധനം കേട്ടോ. എന്തായാലും നമുക്ക് എല്ലാത്തിനും നന്ദി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും നമ്മളെയൊക്കെ ആക്കിയ ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ബാക്കിയൊന്നും ഇനി വേണമെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കിട്ടിയത് തന്നെ ധാരാളം. അതൊന്നും കേസ് നമുക്ക് വീഡിയോ ഷൂട്ടിംഗ് നോട്ട് അവൈലബിൾ. നല്ല എസ്തെറ്റിക് രീതിയിലുള്ള പള്ളി പണികളാണ് ഇത്. ആക്ച്വലി ഒരു എന്താ പറയുക, ഗോത്ത് എന്ന് പറഞ്ഞൊരു ഗോത്ത് എന്ന് പറഞ്ഞ രീതിയിലാണ് ഇത് പണിയപ്പെട്ടിരിക്കുന്നത്. ഒരു ആർക്കിടെക്ചറിന്റെ പേരാണ് ഗോത്ത്. ആ രീതിയിലാണ് ഈ പള്ളികളെല്ലാം പണിയപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. യെസ്, പ്രത്യേകിച്ച് ഇവിടെ വേറെ ഒന്നുമില്ല, ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അങ്ങനെ വന്നത് ഉല്ലസിക്കാനല്ല, പള്ളിപ്പോഴാണ്. ശാസ്ത്രത്തെ പ്ലാൻ ജിബിൻ സാർ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ പോയിരിക്കുകയാണ്. അപ്പം പുള്ളി ആ പള്ളിയിൽ പോയില്ലാണ്. നമ്മൾ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്നിട്ട് കുറച്ച് ദൂരം, ഇവിടെ ഞാൻ പറഞ്ഞില്ല നീന്തുന്ന സ്ഥലം, ആ നീന്തുന്ന സ്ഥലത്തൂടെ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്. അത് കഴിയുമ്പം അതിൻ്റെ അപ്പുറത്ത് പുതിയ പള്ളി. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും ആ പള്ളികളെല്ലാം എന്താ പറയുക പിന്നെ കംപ്ലീറ്റ് ആവും. അപ്പം അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തീർത്ഥാടനം എന്നുള്ള രീതിയിലുള്ള ആ ഒരു സംഭവം അത് തീരുകയാണ്, അല്ലെങ്കിൽ അത് ഫിനിഷ് ആവും. അപ്പം അതാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ നീന്തേണ്ടവർക്ക് നീന്താൻ. ജിബിൻ സാർ നീന്തും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നീന്തും. നല്ല മീനുണ്ട്, നല്ല അടിപൊളി മീനുണ്ട്. അപ്പം എന്തായാലും അത് ദാറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. വാട്ടെവർ, നമ്മളെന്തായാലും പുള്ളിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം നമ്മൾ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിൽ പോകുന്നു, വേണമെന്ന് ഫ്രഷ് ആവുന്നു. ഇവിടുത്തെ പരിപാടി ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് മോസ്റ്റ് പ്രോബബ്ലി വി ആർ പ്ലാനിങ് ടു പാലക്കാട് പോവുക, കൊല്ലംകോട്. അതൊക്കെയാണ് പ്ലാൻ. ഇനി എന്തെങ്കിലും പ്ലാൻ ചേഞ്ച് ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ഉള്ളിലൊന്ന് വരട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ജിബിൻ സാറിനെ കൂട്ടി നമ്മൾ
ഗോയിങ് ടു നെക്സ്റ്റ് ചർച്ച്. ഇതാണ് മുട്ട നീന്തുന്ന സ്ഥലം. ഇതുകൊണ്ട് ഇവിടുന്ന് ഇവിടെ വരെ അങ്ങ് വിദൂരത്തിൽ കാണാൻ പോലും പറ്റത്തില്ല. അത്യാവശ്യം നല്ല ദൂരം ഉണ്ട്. ഇത് 1 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. വെമ്പളി വന്നപ്പോഴേ നമ്മുടെ അയലോക്ക വെമ്പളി ഇവിടെ വേളാങ്കണ്ണി വന്നപ്പോഴത്തേക്കും നമ്മുടെ അയലോക്കാരൻ ഇത് നമ്മുടെ ഷായിച്ചേട്ടൻ നമ്മൾ കണ്ടുപിട്ടിരിക്കുകയാണ്. എന്റെ മോനെ വിഷയം കേട്ടോ. ഇതന്നെ നടുക്കുന്ന റിവറാണോ? എവിടെയാ റിവർ? അല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിയാണ്. ഇത് അങ്ങോട്ട് കിടക്കത്തില്ല ഇവനെ. ഇതുവഴി നടക്കാൻ പറ്റുന്നില്ലല്ലോ ഉണ്ടോ? എന്റെ മോനെ വിഷയം കേട്ടോ. ഇറങ്ങി തിരിഞ്ഞ് ഇത് കുളമാണോ? കുളമല്ലേ? കുളം. ഇതെന്തൊരു കുളമാണ്, കാണത്തില്ല. ഇത് പണ്ട് ഞാൻ പറഞ്ഞ 16ാം സെഞ്ചുറിയിൽ ഒരു പാൽക്കാരി കുഞ്ഞാണോടാ? ഒരു കുഞ്ഞിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ കുളത്തിന്റെ സൈഡിൽ നിന്നാണെന്നാണ് ഐതിഹ്യം. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. എല്ലാവരും ഇവിടെ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു കുളമാണ്, അതെന്തായാലും അടച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് സംഭവം. തമിഴിലാണ് എഴുതി വെച്ചേക്കുന്നത്, ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഇതാണ് സംഭവം. ഇതാണ്. ഇതിവിടെ ഒരു പള്ളിയുണ്ട്. റോഷിയുടെ ബാഗിൽ എന്താണെന്നല്ല നിങ്ങൾക്കറിയോ? ഗസ്സി റോഷിയുടെ ബാഗിൽ ഒന്നുമില്ല, പറ്റിച്ച്. ഇതാണ് എനിക്ക് തോന്നുന്നത് മെയിൻ പള്ളി. മെയിൻ പള്ളി. ഇത് പുതിയ പള്ളി. ദിസ് ഈസ് ദ ന്യൂ ചർച്ച്. ഇതൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കോട്ട കഴിയുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഒരു ക്യുക്ക് വേളാങ്കണ്ണി വ്ലോഗ് ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ വി ആർ ഗോയിങ് സ്ട്രൈറ്റ് ടു കൊല്ലങ്കോട്ട്. ഇവിടുത്തെ ഏറെക്കുറെ പരിപാടികളെല്ലാം അവസാനിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ കാരണം ഇവിടെ വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ജസ്റ്റ് വരുന്നു, പള്ളിയിൽ കയറുന്നു, നേർച്ച കാഴ്ചകളൊക്കെ കഴിക്കുന്നു, പോകുന്നു. അതാണ് ഇവിടുത്തെ മെയിൻ പ്രോഗ്രാം. അപ്പം നമ്മുടെ എന്തായാലും ആദ്യത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇനി എന്തായാലും കൊല്ലങ്കോട് പോകണം എന്നൊക്കെയാണ് പ്ലാൻ. അറിയത്തില്ല, അവിടെ വെയിലാണ്, എന്താവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇനി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് സ്ട്രൈറ്റ് ടു കൊല്ലങ്കോട്.